എൻ്റെ ക്ലാസ്സിലെ ആരും എന്നോട് കൂട്ടുകൂടാൻ വന്നില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നോ നോ വൺ ഇൻ മൈ ക്ലാസ്. നോ വൺ ഇൻ മൈ ക്ലാസ്. നോ വൺ ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലെ ആരും. കേം, നമ്മൾ കേമാണ് എഴുതി. കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കേം. കേം ടു ബിക്കം, BECOME, ബിക്കം ഫ്രണ്ട്സ്. ഇവിടെ എഴുതാം. കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഇങ്ങനെ വെക്കാം. ഫ്രണ്ട്സ് വിത്ത് മീ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? നോ വൺ ഇൻ മൈ ക്ലാസ് കെയിം ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് മീ. എൻ്റെ ക്ലാസ്സിലെ ആരും എന്നോട് കൂട്ടുകൂടാൻ വന്നില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. നോ വൺ ഇൻ മൈ ക്ലാസ് കെയിം ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് മീ. എൻ്റെ ക്ലാസ്സിലെ ആരും എന്നോട് കൂട്ടുകൂടാൻ വന്നില്ല. നോ വൺ ഇൻ മൈ ക്ലാസ് കെയിം ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് മീ. അപ്പോൾ ഇവിടെ നമ്മൾ കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക. അപ്പം ഇവിടെ വന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കെയിം യൂസ് ചെയ്യുന്നത്. കാര്യം നോ വൺ ഇൻ മൈ ക്ലാസ് കെയിം. അപ്പം അതുകൊണ്ട് നമ്മൾ കെയിം യൂസ് ചെയ്യാൻ കാരണം എന്താ? കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കെയിം. കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു പാസ്റ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മിനെ കെയിമാക്കി മാറ്റിയിട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നോ വൺ ഇൻ മൈ ക്ലാസ് കെയിം ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് മീ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഞാൻ ഒറ്റപ്പെട്ടതായി തോന്നി എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ തോന്നുക എന്ന് വെച്ചാൽ എന്താ? ഫീൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം തോന്നി എന്നുള്ളതിന് നമ്മൾ ഫീലിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. പാസ്റ്റ് ഫോം എന്താ? ഫീലിൻ്റെ ഫെൽറ്റ്. ഫീലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽറ്റ്. അപ്പം ഞാൻ ഒറ്റപ്പെട്ടതായി തോന്നി, ഫെൽറ്റ്. എന്താ നമ്മൾ എഴുതാൻ പോണേ? ഫെൽറ്റ് ലോൺലി. LONELY. ഫെൽറ്റ് ലോൺലി. ഞാൻ ഒറ്റപ്പെട്ടതായി തോന്നി. അപ്പം ഓർക്കുക, ഫീലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യമായിട്ട് നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതിയത്. അപ്പം ഞാൻ ഒറ്റപ്പെട്ടതായി തോന്നി, ഫെൽറ്റ് ലോൺലി. ഫെൽറ്റ് ലോൺലി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ ദിവസങ്ങളിൽ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ആ ദിവസം, അപ്പം നമുക്ക് പറയാം ദോസ് ഡേയ്സ്. ആ ദിവസങ്ങളിൽ. അപ്പം നമുക്ക് ദോസ് ഡേയ്സ് എന്ന് പറയാം. ഞാൻ വളരെ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? വെരി, വിഷമം, സാഡ്. അപ്പം ആ ദിവസങ്ങളിൽ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരുന്നു. അപ്പോൾ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മളിവിടെ വാസ് യൂസ് ചെയ്താണ് എഴുതുന്നത്. വാസ് വെരി, വളരെ. വാസ് വെരി സാഡ് ആ ദിവസങ്ങളിൽ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? വാസ് വെരി സാഡ് ഡ്യൂറിങ്. നമുക്ക് ഡ്യൂറിങ് യൂസ് ചെയ്യാം ഇവിടെ. വാസ് വെരി സാഡ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. ആ ദിവസങ്ങളിൽ. അപ്പം ആ ദിവസങ്ങളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡ്യൂറിങ് യൂസ് ചെയ്തിട്ട് എഴുതുന്നത്. ദോസ് ഡേയ്സ്. അപ്പോൾ വാസ് വെരി സാഡ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അപ്പം ആ ദിവസങ്ങളിൽ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. വാസ് വെരി സാഡ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. വാസ് വെരി സാഡ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഞാൻ പഠിത്തം നിർത്താൻ തീരുമാനിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ പഠിത്തം എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡീസ്. നിർത്തുക എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡ്. അപ്പോൾ ഇവിടെ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോമിൽ, ഡിസൈഡിൻ്റെ പാസ്റ്റ് ഫോമിലാക്കി നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ പഠിത്തം നിർത്താൻ തീരുമാനിച്ചു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. തീരുമാനിക്കുക. ഞാൻ പറഞ്ഞു തീരുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ? ഡിസൈഡ്. അപ്പം നമ്മൾ ഡിസൈഡിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ പോവാണ്. ഡിസൈഡഡ്. ഡിസൈഡഡ് ടു നിർത്തുക എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. ഡിസൈഡഡ് ടു സ്റ്റോപ്പ് എന്താണ്? പഠിത്തം. ഡിസൈഡഡ് ടു സ്റ്റോപ്പ് സ്റ്റഡീസ്. അപ്പം നമുക്ക് സ്റ്റഡീസിന് എഴുതാം. ഞാൻ പഠിത്തം നിർത്താൻ തീരുമാനിച്ചു. ഡിസൈഡഡ്
to stop studies. I decided to stop studies. ഞാൻ പഠിത്തം നിർത്താൻ തീരുമാനിച്ചു. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ അമ്മ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. My mother never, N-E-V-E-R, never, my mother never allowed, A-L-L-O-W-E-D, allowed it. അപ്പം എൻ്റെ അമ്മ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? My mother never allowed it. My mother never allowed it. എൻ്റെ അമ്മ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. My mother never allowed it. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ സങ്കടകരമായ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പോൾ സങ്കടം എന്ന് വെച്ചാൽ എന്താ? സാഡ്. നിമിഷങ്ങൾ, നിമിഷം എന്ന് വെച്ചാൽ മൊമെൻറ്റ്. അപ്പം ഇവിടെ നിമിഷങ്ങൾ ആയതുകൊണ്ട് നമുക്ക് മൊമെൻറ്റ്സ് എന്ന് പറയാം. പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഒരിക്കലും മറക്കില്ല, നെവർ ഫോർഗെറ്റ്. അപ്പം ആ സങ്കടകരമായ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ I will never, N-E-V-E-R, forget. I will never forget those sad. അപ്പം ഇതിൽ പറയുന്നുണ്ട് ആ സങ്കടകരമായ നിമിഷം. അപ്പം those sad നിമിഷങ്ങൾ എന്നാണ്. അപ്പം those sad moments, M-O-M-E-N-T-S. അപ്പം I will never forget those sad moments. ആ സങ്കടകരമായ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. I will never forget those sad moments. നമുക്ക് ഒന്നിച്ച് പറയാം. I will never forget those sad moments. I will never forget those sad moments. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ബൈ.